എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1769 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ കൂടാതെ IFPHന്റെ അമ്മ എന്ന് അറിയപ്പെടുന്ന എന്ന് വിളിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ രമാദേവി അമ്പാടി മാഡമാണ് ഇന്ന് നമ്മോടൊപ്പം ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നത്. ഇന്നത്തെ നമ്മുടെ അമ്പാടി അമ്മയുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. നന്ദി. അമ്പാടിയമ്മയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊരു അനൗപചാരികതയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. നമ്മുടെ എല്ലാ ദിവസവും നമ്മോടൊപ്പം IFPHൽ എല്ലാ വെബിനാറിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. വന്ധ്യതാ ചികിത്സയിൽ ഇനി മറ്റൊരു വാക്കില്ല. അത്രത്തോളം കേസുകൾ ചികിത്സിക്കുകയും കൂട്ടുകാരും രണ്ടുപേരും ഒരുപോലെ വന്ധ്യതാ ചികിത്സയിൽ അഗ്രഗണ്യരായിട്ടുള്ള രണ്ട് കൂട്ടുകാരിൽ ഒരാളാണ് നമ്മുടെ അമ്പാടിയമ്മ. അതുപോലെ സ്വാമി ആതിരദാസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ധാരാളം ക്ലാസുകൾ വന്ധ്യതയിൽ ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിത്വമാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ അമ്പാടിയമ്മയെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാം. താങ്ക് യു ഡോക്ടർ ശൈല. നല്ല വാക്കുകൾക്ക് വളരെയേറെ നന്ദി. ഞാൻ ശാന്തയുടെ ഫോണിൽ നിന്നാണ് കേറിയേക്കണത്. മനസ്സിലായി, എഴുതി കാണിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ് അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു മേജർ സർജറി കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വലിയ അധികം മെഡിസിനൊന്നും ഇങ്ങനെ നോക്കുന്നൊന്നുമില്ല, പേഷ്യൻസിനെ അധികം നോക്കണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇപ്പോൾ 2 ദിവസം മുമ്പ് ധനേഷ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഈ സെക്ഷൻ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ധനേഷിനോട് ഞങ്ങൾക്ക് നോ പറയാൻ പറ്റില്ല. ധനേഷിനോടും മനോജിനോടും ശൈലോടും അറിയാമോടൊന്നും നിങ്ങളോടൊന്നും ഞങ്ങൾക്ക് നോ പറയാൻ പറ്റില്ല, എനിക്കും എൻ്റെ ഫ്രണ്ട് ശാന്തയ്ക്കും. അതുകൊണ്ട് ഞാൻ ഏറ്റു. അത് ഞാൻ അങ്ങനെ ശരി നോക്കട്ടെ ധനേഷ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു എൻ്റെ അടുത്ത്. ആ പേഷ്യൻ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിനെ ഞാൻ എന്താ മെൻസ്ട്രൽ കംപ്ലൈൻറ്റിനാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ ഒന്ന് പിന്നെ എന്താ ഇത്ര നാളും വരാഞ്ഞെന്ന്. ഒരു 4-5 മാസം അവരുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇത്ര നാളും വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടറെ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ സുഖമായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എല്ലാ മെൻസസിൻ്റെ സമയത്തും ഒരു ലാസ്റ്റ് ഞാൻ മെൻസസ് പ്യൂബർട്ടി തുടങ്ങിയ മെനാക്കെ തുടങ്ങിയ ആ മാസം മുതൽ എന്നും എനിക്ക് ഒരു കോർണിയൽ അൾസർ ഉണ്ടാവും ഈ മെൻസസിൻ്റെ സമയത്ത്. അപ്പോൾ ഇപ്പൊ ഡോക്ടറുടെ ആ മരുന്ന് കഴിച്ചതിന് ശേഷം ആ കോർണിയൽ അൾസർ എനിക്ക് വന്നിട്ടില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ, ഐ സ്പെഷ്യലിസ്റ്റ്. ആ ഡോക്ടറുടെ അടുത്ത് പോലും പോയി, എന്നിട്ടും എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം 3-4 മാസമായിട്ട് ഈ കോർണിയൽ അൾസർ വന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കുട്ടിയുടെ കേസ് നോക്കിയപ്പോൾ ഞാൻ വേറെ കുറെ കാര്യം, കുട്ടി വളരെ ഫാസ്റ്റീജിയസ് ആണ്. പിന്നെ അതുപോലെ ചില ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ആ കുട്ടിക്ക് ആഴ്സാൽബാ കൊടുത്തേക്കണത്, ഈ മെഡിസിൻ കൊടുത്തേക്കണത്. ആഴ്സാൽബും പിന്നെ അശോക ടിഞ്ചറും അലേട്രീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ആഴ്സാൽബിന് ഇങ്ങനെ ഒരു സിംറ്റം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പിന്നത്തെ ദിവസം ഈ നെറ് നോക്കിയപ്പോൾ നെറിൽ ഒരു ഇത് എഴുതിയേക്കുന്നു, കോർണിയൽ അൾസർ ഡ്യൂറിങ് മെൻസസ് എന്നുള്ള ഒരൊറ്റൊരു മാർക്കേ ഉള്ളൂ ആഴ്സാൽബ് എന്നുണ്ട്.
അപ്പോൾ അതാണ് ഇവിടെ ആക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നമുക്ക് നല്ല നല്ല മെഡിസിൻസും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ മെൻസസിനെ പറ്റി തന്നെ എന്തെങ്കിലുമൊക്കെ പറയാം, ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെൻസസ് തന്നെ പറയാം. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമല്ലോ. എൻ്റെ ഫ്രണ്ട് എടുത്തതാണ് ഒരു 2 മാസത്തിന് മുമ്പ്, അല്ലേ, 2 മാസത്തിന് മുമ്പ്. അപ്പോൾ എന്നാലും എന്തായാലും നെയ്യപ്പത്തിന് നെയ്യത്തിരി കൂടിപ്പോയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഫീൽഡാണ്, അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെൻസസിനെ തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇതെടുത്തത്. ഇത് സാധാരണ മെൻസസ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, അത് ഒരു ഇന്ററാക്ഷൻ ഓഫ് സം ഹോർമോൺസ്, അല്ലേ, FSH, LH, ഈസ്ട്രോൺ, പ്രൊജസ്ട്രോൺ, ഒക്കെ ഒരു ഫ്ലക്ച്വേഷൻ ആണ്, അതിന്റെ ഇൻഫ്ലുവൻസ് ആണ് മെൻസ്ട്രേഷൻ വരുന്നത്. അതിന്റെ ഡ്യൂറിങ് ദ മെൻസ്ട്രേഷൻ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പൊ കൂടുതൽ വരും, കുറവ് വരും, അങ്ങനെയെല്ലാം വരുന്നത്. അതേസമയത്ത് ഹൈപ്പോതലാമസ് ട്രിഗർ ചെയ്ത് പിറ്റ്യൂട്ടറിയെ ട്രിഗർ ചെയ്യും. പിറ്റ്യൂട്ടറി LH-ഉം FSH-ഉം ഉണ്ടാക്കും. ഓവറിയെ ട്രിഗർ ചെയ്യുമ്പോൾ ഓവറി ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ടാക്കും. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഹോമിയോപ്പതിക്കാര് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മെന്റൽ സിംറ്റംസ് ഹാവ് ഗോട്ട് ഇൻഫ്ലുവൻസ് ഓൺ അവർ ബോഡി, അല്ലേ. ബോഡി എവിടെയാണ് മൈൻഡ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല, എന്നാലും ആ മൈൻഡിന് ആ ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ റെഡി ആവുന്നില്ല. അതിലൊന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ അനുഭവം. അതായത് ഇപ്പൊ വേറെ ഏതൊക്കെയോ സിംറ്റംസിന് ഞാൻ കൊടുത്തത്, ഈ കോർണിയൽ അൾസർ ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ അതെന്റെ കേസ് ഷീറ്റിൽ എഴുതിയിട്ടുമില്ല. അതേ സമയത്ത് ആ കുട്ടി പറഞ്ഞത് എത്രയോ മെനാക്കി തുടങ്ങി. ആ കുട്ടിക്ക് ഒരു 10-12 കൊല്ലം കൊണ്ട് ഈ ഇത് എന്താ പറയുന്നത്, കോർണിയൽ അൾസർ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ മെൻസസിന്റെ സമയത്തും ഈ കോർണിയയ്ക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. അത് എല്ലാ ഡോക്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് കുറേ അധികം ഐ സ്പെഷ്യലിസ്റ്റിന്റെയും എല്ലാവരുടെ അടുത്ത് പോയതാന്ന് പറഞ്ഞു. ഈ 4 മാസമായിട്ട് ആ കുട്ടിക്ക് ആ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഈ നെറലി ഈ ഒരു ആൾസാൽവ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. കാരണം നമ്മൾ പഠിക്കാത്തതുകൊണ്ടല്ലേ ഇതെല്ലാം മനസ്സിലാവാത്തത്. അപ്പൊ എന്തായാലും എനിക്കൊക്കെ ഇത്രയും വയസ്സായി, ഇനി എൻ്റെ യങ്സ്റ്റേഴ്സെങ്കിലും, ഇപ്പൊ ശൈല പോലുള്ള യങ്സ്റ്റേഴ്സെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൂടുതൽ ഈ ബിഫോർ മെൻസസ്, ഡ്യൂറിങ് മെൻസസ് ആൻഡ് ആഫ്റ്റർ മെൻസസ് കുറേ പോയിന്റ്സ് ഞാൻ ഓരോ കിട്ടുന്നിടത്തു നിന്നൊക്കെ എഴുതി വെച്ചു. എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കരുത്. അതിൽ വളരെയധികം ഒരു 3-4 വളരെയധികം ഒരു 30-40% ഞാൻ നോട്ട് ചെയ്തേക്കുന്നത് ഡോക്ടർ രാമകൃഷ്ണൻ പാലക്കാടിലെ രാമകൃഷ്ണൻ ഡോക്ടറുടെയാണ്. അതായത് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ഓഫ് ജെനിറ്റോ യൂറിനറി ഡിസീസസ് ഓഫ് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ നിന്നാണ് അധികവും ഞങ്ങൾക്ക് പോയിന്റ് കിട്ടിയേക്കണത്. അപ്പോൾ ഞാൻ ആദ്യം മെൻസസിന് ബിഫോർ ഉള്ള കുറെ കംപ്ലൈന്റ് പറയാം. നിങ്ങൾക്ക് അത് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഞാൻ അഥവാ സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ, സാധാരണ തന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ പറയുന്നത് ഇതിന് ഫാസ്റ്റ് ട്രാക്ക്, ഇതിന് ട്രെയിൻ എക്സ്പ്രസ് ട്രെയിനാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എങ്ങാനും ഇത്തിരി ഞാൻ സ്പീഡിൽ പറയുകയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ സ്ലോ ചെയ്തോളാം. നിങ്ങൾ കഴിയുന്നതും ഇത് നോട്ടീസ് ചെയ്യൂ. കാരണം 1 മാർക്കും 2 മാർക്കും ഒക്കെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അത് ഞാൻ വായിക്കാം. ഓക്കെ. സിവിയർ അബ്ഡോമിനൽ കോളിക് ബിഫോർ മെൻസസ്. അതിന് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ്: കോളോസിന്റെ, കാലികാർബ്, ഒളിയം ആനിമൽ ആൻഡ് പൾസാറ്റില്ല. അതേ സമയത്ത് അസ്റ്റേരിയാസ് റൂബൻസിന് വേദനയുണ്ട്, പക്ഷെ മെൻസസ് വന്നു കഴിഞ്ഞാൽ ഈ മെൻസ്ട്രൽ ഫ്ലോ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേദന മാറും. അസ്റ്റേരിയാസ് റൂബൻസ് വേറൊരു ഒരു സിംറ്റം ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഫിയർ ഓഫ് ക്യാൻസർ ആണ്. ഫിയർ ഓഫ് ക്യാൻസറിന് നമുക്ക് ഹയർ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഫിയർ ഓഫ് ക്യാൻസർ മാറും. അവരുടെ ആർക്കെങ്കിലും ക്ലോസ് റിലേറ്റീവ്സിന് എല്ലാം ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിന് ആ ഒരു ഫിയർ ഓഫ് ക്യാൻസർ ഉണ്ടാവും. അതിന് നമുക്ക് ടെന്നം കൊടുക്കുകയാണ്. ടെന്നം ഒരു 2 ഡോസ് കൊടുത്താൽ ഈ ഫിയർ ഓഫ് ക്യാൻസർ മാറും. പിന്നെ അവർക്ക് ടെൻഡൻസി ടു ഹാവ് ക്യാൻസർ, ദാറ്റ് ആൾസോ വിൽ ബി റിമൂവ്ഡ്. പിന്നെ
ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡോമൻ വിത്ത് ഫ്ലാറ്റുലൻസ്, ലൈക്കോപോഡിയം. ബിഫോർ മെൻസസ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് മുഴുവനും. Much flatter rolling causing great pain, better bending double and by hot drinks. നമ്മൾ ഇതിന് സാധാരണ കൊടുക്കുക ഫോളോസിൻ്റെ ആണ്, പക്ഷെ ഫോസ്ഫറസ് ആണ് ഇതിന്റെ 3 ഗ്രേഡ് മാർക്ക് ഉള്ളത്. പിന്നെ ലേബർ ലൈക്ക് പെയിൻ, അതിന് ബെൽഡോണ. ബിഫോർ മെൻസസ് ആണ്. അവർ പറയും ഡോക്ടറെ പ്രസവ വേദന ഇത്ര ഇല്ല ഡോക്ടറെ, അത്രയ്ക്ക് ഭയങ്കര ഡിസ്മെനോറിയ വരുമ്പോൾ പേഷ്യൻസ് പറയുന്നത് അത്രയ്ക്ക് ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ബെൽഡോണ 200 കൊടുക്കാം. പിന്നെ ഒന്ന് പറയുന്നത് മെൻസസ് ഇപ്പൊ വരുന്ന അവർക്ക് തോന്നും, പക്ഷെ മെൻസസ് വരില്ല. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മോസ്കസ്, പ്ലാറ്റിന, പൾസാറ്റില. എന്തോ പ്രീമെനിസ്ട്രൽ സിംറ്റം മൊത്തത്തിൽ അതിന് ഈ മെഡിസിൻ, ഈ പൾസാറ്റില, മോസ്കസ് അത് മതിയോ? അതാണ് അല്ലല്ല, ഈ അവർക്ക് മെൻസസ് വരണ പോലുള്ള ഫീലിംഗ് ഉണ്ട്. അവർക്ക് ചിലപ്പോ പെയിൻ ഇൻ മാമേ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാത്തിനും കൂടെ ചേർത്ത്. അപ്പൊ അതിനെല്ലാം കൊടുക്കുന്നതാണ് മോസ്കസ്, പ്ലാറ്റിന, പൾസാറ്റില. പിന്നെ ഇഗ്നേഷ്യക്കുള്ള ഒരു ഇതെന്ന് വെച്ചാല് മെൻസസ് വരാൻ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പുണ്ടാവില്ല. അപ്പൊ അവര് പറയും 2 ദിവസമായിട്ട് എനിക്ക് വിശപ്പില്ല ഡോക്ടറെ. അപ്പൊ തന്നെ എനിക്കറിയാം, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ കൂടുതൽ ഇത് വരുന്നത്. അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് മെൻസസ് വരും എന്നുള്ള തോന്നലുണ്ട്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ വിശപ്പുണ്ടാവില്ല ഡോക്ടറെ എനിക്ക് ആ മെൻസസ് വരുമ്പോ. പിന്നെ 2-3 ദിവസം മുമ്പ് തന്നെ വിശപ്പ് ഇല്ലായ്മ തുടങ്ങും. അതിന്റെ പുറകെ ഈ മെൻസസ് ആവുമെന്ന് പറയും. അതിന് ഇഗ്നേഷ്യ. അതേ സമയത്ത് ചിലർ പറയും എനിക്ക് മെൻസസ് വരുന്നത് എനിക്ക് നല്ലോണം അറിയായിരുന്നു ഡോക്ടറെ, അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഭയങ്കര വിശപ്പായിരുന്നു എന്ന് പറയും. അതിന് മാക്കാർബ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ബാക്ക് ഏക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ആ ബാക്ക് ഏക്ക് അബ്ഡോമിൻ്റെ അവിടേക്കും വരും, ഹിപ്പ് ടു ഹിപ്പ് ആയിരിക്കും കൂടുന്നത്. അതേ സമയത്ത് അത് ഫ്ലോ കാണാൻ തുടങ്ങിയാൽ കുറയും, ഫ്ലോ നല്ലോണം ആവുമ്പോഴത്തേക്കും ആ വേദന നിൽക്കുകയും ചെയ്യും. അതിന് യൂസ്റ്റിലാഗോ ഞാൻ കൊടുക്കുന്നത് ടിഞ്ചറാണ്. അതുപോലെ തന്നെ ആ മെൻസസിന്റെ സമയത്ത് കാച്ചിങ് ഓഫ് ബ്രെത്ത്. അവർ പറയും എത്ര ഇങ്ങനെ വിചാരിച്ചാലും ശ്വാസം എടുക്കാൻ പറ്റില്ല ഡോക്ടറെ, ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ദീർഘശ്വാസം എടുക്കാനൊക്കെ തോന്നും എന്ന് പറയും. പക്ഷെ നമ്മളപ്പോൾ വിചാരിക്കുന്നത് ഇഗ്നേഷ്യയാണ്, പക്ഷെ അതിന് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ബൊറാക്സ്. ഇതൊക്കെ 3 മാർക്സിന്റെ മെഡിസിൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർ പറയും ഇതൊക്കെ ഞങ്ങൾ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഞാനൊന്നും അങ്ങനെ കൂടുതൽ ആയിട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എത്ര പേർക്ക് ഇതൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ട്. യോണിങ് ആൻഡ് സ്ട്രെച്ചിങ് വിത്ത് ചില്ലിനെസ്. അവർ പറയും ഭയങ്കര കോട്ടുവായ മെൻസസ് വരും. അവർ പറയും മെൻസസ് ആയെന്ന് പറയുമ്പോൾ മറ്റും അറിയാം ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു മെൻസസ് വരുന്നത്. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഭയങ്കര കോട്ടുവായ ഡോക്ടറെ, അതുപോലെ തന്നെ ശരീരം ഇങ്ങനെ മോരി നിവർക്കാൻ തോന്നുന്നു പറയും. അപ്പൊ അതിന് പൾസാറ്റില. പിന്നെ ബിഫോർ മെൻസസ് കോൺസ്റ്റിപ്പേഷൻ, അതിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അലൂമിനിയാണ്, പക്ഷെ സൈലീഷ്യയാണ് നല്ല മെഡിസിൻ. പിന്നെ അതുപോലെ തന്നെ മെൻസസ് വരുന്നതിന് മുമ്പ് ഭയങ്കര ചുമയായിരിക്കും. ഇങ്ങനെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും ചുമയായിരിക്കും, പക്ഷെ വെറുതെ ഇരുന്നാൽ ആ ചുമയില്ല. അങ്ങനെ പറയുമ്പോൾ ഹയോസിയാമസ്. അതുപോലെ തന്നെ ഡയേറിയ. ഒരു മെൻസസ് വരുന്നതിന് 2-3 ദിവസം മുമ്പ് മുതൽ ഒരു കാരണമില്ലാതെ ഡയേറിയ വരും. അത് ലാക്ടസിസും വെരാട്രമായിട്ടും.
പിന്നെ നമ്മൾ സാധാരണ കുട്ടികൾ യങ്സ്റ്റേഴ്സാണ് സാധാരണ പറയുന്നത് ഇറപ്ഷൻ ഓൺ ദ ഫേസ്. അതിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ബെർബറി സെക്രിഫോളിയോ ഒക്കെയാണ്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് മാഗ്മോർ. ഈ മാഗ്മോർ ഞാൻ ഒരിക്കൽ ഒരു കോട്ടയത്ത് ഒരു ഹോമിയോ ഡോക്ടർ, ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ആ ഡോക്ടർ ഒരിക്കൽ ഇതുപോലെ തന്നെ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രഗ്നന്റ് ആയി. പക്ഷെ ആ കുട്ടിക്ക് ഒരു അബോർഷന് ടെൻഡൻസി ഉണ്ടായി. ആ അബോർഷന് ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് എന്താ എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ എനിക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ട്രീറ്റ്മെന്റിലാണ് പ്രഗ്നന്റ് ആയത്, പക്ഷെ ആ അബോർഷന്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ DNC ചെയ്ത് കളയേണ്ടി വരുന്നതാണ്, നമുക്ക് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓരോ മെന്റൽ സിംറ്റം ഒക്കെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു ആ കുട്ടി ഒരു ഓർഫനാണ്. ഓർഫൻ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും മരിച്ചു, അമ്മാവനാണ് ഇത് കുട്ടിയെ എടുത്ത് വളർത്തിയത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അല്ല ഫിസിക്കൽ ജനറൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മുഖത്തൊക്കെ മുഴുവനും മുഖക്കുരു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടി അവരോട് മാക്കാർബ് കൊടുത്തു നോക്കാൻ പറഞ്ഞു. മാക്കാർബ് ഇതില് ഹയർ ഡോസ് കൊടുക്കാൻ പറഞ്ഞു. 200 ആണ് ആ കുട്ടി കൊടുത്തത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ടെൻഡൻസി മാറി, ഒരു കുഞ്ഞും ജനിച്ചു. ആ കൊച്ചു എന്നെ പിന്നെ ഒരു സെമിനാറിന് കണ്ടപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറിനെ ആ കുട്ടിയുടെ ഇത് കൊച്ചിനെ കൊണ്ട് എന്നെ കാണിക്കാൻ വന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ലേ ഞാൻ. പിന്നെ പിന്നെ ഈ ഇറപ്ഷൻ ഫേസിൽ വരും. അത് തന്നെ ഫോർഹെഡിലും കൂടി ഉണ്ടെങ്കിൽ സാൾസപ്പരില ടിഞ്ചറും കൂടി കൊടുക്കുക മാഗ്മോറിന്റെ കൂടെ. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഗ്ലാൻഡുലർ സ്വെല്ലിംഗ്, എസ്പെഷ്യലി ഇൻ ദ ആക്സില ഓറമെറ്റ്. ഞാൻ സ്പീഡിലൊന്നും ആവണില്ലല്ലോ അല്ലേ? ഇല്ല. പിന്നെ ത്രോബിംഗ് പെയിൻ ഇൻ ദ ഹെഡ് വിത്ത് ഓർ വിതൗട്ട് റെഡ്നെസ് ഓഫ് ഫേസ്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഇങ്ങനെ ത്രോബിംഗ് പെയിൻ വിതൗട്ട് റെഡ്നെസ് നമ്മൾ കൊടുക്കുന്നത് ഫെറമെറ്റ് ആണ് സാധാരണ കൊടുക്കുന്നത്. പക്ഷെ ബ്ലോണൈൻ ആണ് അതിനെക്കാട്ടിലും നല്ല മെഡിസിൻ. അല്ല, ഇത് എന്താണ് ത്രോബിംഗ് പെയിൻ ഹെഡേക്ക് വിതൗട്ട് റെഡ്നെസ് ഓഫ് ഫേസ്, ബ്ലോണൈൻ. ത്രോബിംഗ് പെയിൻ ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ല, ഇപ്പൊ നമ്മള് ബെൽഡോണിയും ഫെറംഫോസും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തോ ബെൽഡോണയാണ് നമ്മൾ പെട്ടെന്ന് ബെൽഡോണ ഫെറമെറ്റ് ഒക്കെയാണ് നമ്മൾ ഈ റെഡ്നെസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും. പക്ഷെ ബ്ലോണൈനാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഈ ഡിസ്മെനോറിയ ഒരു ദിവസത്തിന് മുൻപ് ലെഫ്റ്റ് ഐയുടെ മേലില്, അത് ഡിസ്മെനോറിയ ആയിരിക്കും അവർക്കുള്ളത്. അവർക്ക് ഈ ലെഫ്റ്റ് ഐയുടെ മേളിൽ ഭയങ്കര വേദനയായിരിക്കും. ഫ്രോണ്ടൽ ഹെഡേക്ക് എസ്പെഷ്യലി എബോവ് ദ ഹെഡ്, എബോവ് ദ ലെഫ്റ്റ് ഐ, സാങ്ഡോക്സൈഡ് ടിഞ്ചർ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇതൊക്കെ നമുക്ക് ഈ പേഷ്യന്റ് വന്ന് നമ്മളോട് പറയുന്ന സിംറ്റംസ് ആണിത്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിട്ട് ഇനി വരുമ്പോ നോക്കാമെന്നും പറഞ്ഞുള്ള സമാധാനത്തിൽ ഇരിക്കുകയാണ് ഞാന്. പിന്നെ പെയിൻ ഇൻ ദ ഹാർട്ട്, അവർ പറയും മെൻസസ് ആവണേനൊക്കെ ഭയങ്കര നെഞ്ചുവേദനയാണ് ഡോക്ടറെ, എനിക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് എനിക്ക് തോന്നിപ്പോകുമെന്ന് പറയും. അതിന് ലിഥിയം കാർബും കാക്ടസും ഞാൻ സാധാരണ കൊടുക്കുന്ന ഇത് ഈ നെഞ്ചുവേദന വരുമ്പോൾ ഞാൻ കൊടുക്കുന്നത് കാക്ടസ് ടിഞ്ചർ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അക്കണൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മെഡിസിൻ ആയിരിക്കും കൊടുക്കുക. ലിഥിയം കാർബ് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ലിഥിയം കാർബിന്റെ ലിഥിയം കാർബ് ഇൻഡിക്കേറ്റർ ആയിട്ട് തോന്നുന്നത് അവർക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും പ്രത്യേകിച്ച് വിഡോസിന്, അതുപോലെ തന്നെ അൺമാരീഡ് ഗേൾസ്, അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തവർ, അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരില്ലേ, അവർക്ക് എന്തെങ്കിലും ഇത് വന്നാൽ ഞാൻ ലിഥിയം കാർബ് കൊടുക്കാറുണ്ട്. ആ ഒറ്റപ്പെടുന്നതിന്റെ ഭയങ്കര ദുഃഖമാണ് അവർക്ക്, ലോൺലിനെസ്. പിന്നെ മെൻസസിന് മുമ്പ് ലൂക്കോറിയ, അത് എല്ലാവരും അധികം പേരും പറയുന്നതാണ്.
ഭയങ്കര ഇങ്ങനെ ഫ്ലോ ആണ് ഡോക്ടറെ, ഇങ്ങനെ കാല് വരെ ഒഴുകുന്നത്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് അലോസാണ് അല്ലെ, എന്ത് വരുന്നത് അലൂമിനിയം അലോസും ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഗ്രാഫൈറ്റീസ് ആണ് അതിനെക്കാട്ടിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 3 മാർക്സ് റെമഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ക്രാംസ് ഇൻ കാവ്സ്, അതും എല്ലാവരും പറയുന്നതാ അല്ലേ. മെൻസസ് വരുന്നതിന് മുമ്പ് ഈ കാഫ് മസിലിന് ഭയങ്കര ക്രാംസ് ആയിരിക്കും ഡോക്ടറെ എന്ന് പറയും. അത് നമ്മൾ സാധാരണ ഞാനൊക്കെ കൊടുക്കുന്നത് കുപ്രമെറ്റ് ആണ്, പക്ഷെ ഫോസ്ഫറസ് ആണ് 3 ഗ്രേഡ് മാർക്ക്. പിന്നെ ഇവര് പറയും ഇങ്ങനൊക്കെ, അത് ഹസ്ബൻഡാണ് നമ്മളോട് സാധാരണ പറയാ, ഇവൾക്ക് മെൻസസ് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു ഡോക്ടറെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും കാലിട്ട് ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉറങ്ങുമ്പോൾ. അതിന് നമുക്കറിയാലോ അല്ലെ, സിങ്കമെറ്റ്. പിന്നെ അതുപോലെ തന്നെ അത് ഇപ്പൊ അടുത്ത സമയത്ത് എല്ലാവർക്കും അറിയായിരിക്കും, പെയിൻഫുൾ ഹാർഡ് പെയിൻഫുൾ സ്വെല്ലിംഗ് ഇൻ ദ മാമെ. അത് അഗ്രവേഷൻ ബൈ ലീസ്റ്റ് ജാർ എന്തായിരിക്കും? ഫോണിയം. എന്റെ ഫ്രണ്ട് ഇവിടെ ഇരുന്നോട് പറയുന്നുണ്ട്, ഇത് പറയുമ്പോഴത്തേക്കും സിംറ്റം പറയുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് ആൻസർ പറയുന്നുണ്ട്. പിന്നെ ഈ മെൻസസിന് മുമ്പ് ബ്രസ്റ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഡോക്ടറെ എന്ന് പറയും. അൺമാരീഡ് ഗേൾസ് ആയിരിക്കും, അല്ല സോറി നല്ലി പാരൻസ് ആയിരിക്കും, പ്രസവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർ പറയും പാല് വന്ന് നിറയണ പോലെ തോന്നും ഡോക്ടറെ എന്ന് പറയും. അതിന് ലാക്കനൈനം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹസ്ബൻഡ് പറയുന്നതാണ് സാധാരണ, എനിക്കറിയായിരുന്നു ഡോക്ടറെ ഇവർക്ക് മെൻസസ് വരും എന്ന് പറയുന്നത്. അവള് എന്താന്ന് ചോദിച്ചാൽ അവൾക്ക് ഭയങ്കര ദേഷ്യവും തർക്കുത്തരം പറയലും ഒക്കെയാണ് ആ സമയത്ത് നിന്ന്. അതിന് കാമോമിലയും നക്സോമിക്കയും. ഇതിൽ ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് മെൻസസിന് മുമ്പില് ഇതൊക്കെ മറ്റുള്ള ഒന്നുകിൽ അവര് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ നമ്മളോട് പറയുന്നതാണ്, മെൻസസ് വരുമെന്ന് അറിയായിരുന്നു ഡോക്ടറെ, എന്താ കാര്യം വെറുതെ ഇരുന്ന് വിട്ടിത്തിരി ഇരിക്കുന്നു പറയും. അപ്പൊ ഹയോസ്യാമസ് അതിന്. അതേ സമയത്ത് ഭയങ്കര സങ്കടം കാണിക്കുകയാണെങ്കിൽ അത് കോസ്റ്റിക്കം. നിസ്സാര കാര്യത്തിന് അവൾക്ക് ഭയങ്കര മെലങ്കോളിക് മൂഡ് കാണിക്കുന്നു പറയുകയാണെങ്കിൽ കോസ്റ്റിക്കം. അതല്ല സന്തോഷം എപ്പോഴും ആവശ്യമില്ലാതെ വെറുതെ ഇരുന്ന് ഇരിക്കുന്ന കാണാന്ന് പറയുകയാണെങ്കിൽ ഹയോസ്യാമസ്. പിന്നെ ഈ എപ്പിചാക്സിസ്, അതായത് മൂക്കിൽ നിന്ന് രക്തം വരിക ബിഫോർ മെൻസസ്, നമ്മൾ സാധാരണ കൊടുക്കുന്നത് ബ്രയോണിയാണ് അല്ലെ. ഇത് ഈ എന്താണ് വൈകാരിയസ് മെൻസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പക്ഷെ ലാക്സിസിനാണ് 3 ഗ്രേഡ് മാർക്സ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവർ പറയും, ഇതൊക്കെ അവര് നമ്മളോട് പേഷ്യൻസ് പറയും. അതായത് എനിക്ക് അറിയായിരുന്നു ഡോക്ടറെ മെൻസസ് വരുന്നത്, എന്താണെന്ന് വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ഈ ഓവറിയുടെ അവിടെ ഭയങ്കര വേദനയായിരുന്നു എന്ന് പറയും. ആ വേദന റൈറ്റ് ഓവറിയുടെ മേലെയാണെങ്കിൽ ലാക്കനൈനം, ലെഫ്റ്റിലാണെങ്കിൽ ലാക്കസിസ്. അതുപോലെ തന്നെ പാൽപിറ്റേഷൻ ബിഫോർ മെൻസസ്, സ്പോഞ്ചിയ. അതുപോലെ സ്ലീപ്ലെസ്നെസ് ബിഫോർ മെൻസസ്, സൈക്ലാമിൻ, എസ്പെഷ്യലി ടു ഗേൾസ്, അൺമാരീഡ് ഗേൾസ്. പിന്നെ വാട്ടർ ബ്രഷ് ഇങ്ങനെ തേട്ടി വരിക, ഇതായിട്ട് വരിക എന്ന് പറയില്ലേ, അതിന് നക്സ് മോസ്കറ്റ. പിന്നെ ഇത് മെൻസസ് വരും 2 ദിവസത്തിന് മുമ്പ് മുതല് വയറ്റിൽ നിന്ന് പോകുമ്പോ പിന്നെ എന്താ പറയുന്നത്, വേദന കൊണ്ട് പൊളഞ്ഞു പോകും ഡോക്ടറെ എന്ന് പറയും. അതിന് അലൂമിന. പിന്നെ മെൻസസ് വരുന്നതിന് മുമ്പ് സോർ ത്രോട്ട്, അത് എല്ലാവർക്കും അറിയാലോ അല്ലെ, മാക്കാർബ്. സോർ ത്രോട്ട് ബിഫോർ മെൻസസ്. അതേ സമയത്ത് പല്ലുവേദനയാണ് വരണമെങ്കിൽ ബെറൈറ്റ കാർബ് പ്രത്യേകിച്ചും ഡീക്കേഡ് ടൂത്തിന് വേദന വരികയാണെങ്കിൽ അവര് പറയും മെൻസസ് ആകുമ്പോഴത്തേനും ആ ഡീക്കേഡ് ടൂത്തിന് ഭയങ്കര വേദനയായിരിക്കും ഡോക്ടറെ എന്ന് പറയും. അത് ബെറൈറ്റ കാർബ്. അതേ സമയത്ത് അത് ഹോളോഡ് ടീത്തിനാണെങ്കിൽ സിങ്കമെറ്റ്.
ഡീക്കേഡ് ടൂത്തിനാണെങ്കിൽ ബെറൈറ്റ കർവ്, ഹോളോ ടൂത്തിനാണെങ്കിൽ സിംഗമെറ്റ്. പിന്നെ അൺകോൺഷ്യസ്നെസ് ബിഫോർ മെൻസസ്, അതായത് ഫെയിൽനെസ്, അൺകോൺഷ്യസ്നെസ് ഒക്കെ മോസ്കെറ്റ. പിന്നെ ഫ്രീക്വന്റ് ഡിസയർ ടു യൂറിനേറ്റ്, പൾസാറ്റില, സാൽസോപെരില. പിന്നെ സ്കാൻറ്റി യൂറിൻ, എപ്പിസ്. എപ്പിസിന് ഒരു റെഡിഷ് യൂറിൻ ആയിരിക്കും എപ്പിസിന്. അതേ സമയത്ത് വൈറ്റ് യൂറിൻ ആണെങ്കിൽ, സ്കാൻറ്റി യൂറിൻ അത് വൈറ്റ് ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ ആസിഡ് ഫോസ്. അതുപോലെ തന്നെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഇൻ വെജൈന, ബൈബർണ മോപ്ലസ്. അതുപോലെ തന്നെ ബിഫോർ മെൻസസ് ഒരു 2 ദിവസത്തിന് മുമ്പ് പോലെ ഛർദിൽ തുടങ്ങും ഡോക്ടറെ. അത് കഴിഞ്ഞ് ഈ മെൻസസ് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് ഒന്ന് ഫ്ലോ നല്ലോണം ആയി തുടങ്ങിയാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞാൽ വെറാട്രമാൽബ്. അതുപോലെ തന്നെ ഇതിൽ മെൻസസിന് മുമ്പിൽ ആ കുടന്റൽ റീജിയനിൽ മുഴുവനും ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. അത് ഗ്രാഫൈറ്റിസ് ലിലിയം ടിഗ്, അത് നമുക്കറിയാലോ അല്ലേ. പിന്നെ വീക്ക്നെസ് ബിഫോർ മെൻസസ്, അതിന് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് ആസിഡ് ഫോസ് ഒക്കെയാണ്. പക്ഷെ മാക് കാർവാണ് ഇത്തിരി കൂടി നല്ല മെഡിസിൻ, 3 മാർക്കുള്ള മെഡിസിൻ. അതിൽ ഇറിറ്റേഷൻ, എസ്പെഷ്യലി ഇൻ ഡിസ്മെനോറിയ. ആ ഡിസ്മെനോറിയയുടെ ടെൻഡൻസി ഉള്ളവർക്ക് മെൻസസ് വരുന്നതിന് മുമ്പ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതിന് മോർഗൻ ഗാർട്ട്നർ റെമഡി, അതായത് ബബൽ നോസോഡ്, പറ്റേഴ്സന്റെ ബബൽ നോസോഡ്, മോർഗൻ ഗാർട്ട്നർ 6C. delirium before menses, lycopodium. Despair before menses, veratrum-alb. Loathing of love, serious bond plant. അതേസമയത്ത് മൊറോസ് ആണെങ്കിൽ ലൈക്കോപോഡിയം. പിന്നെ ഇറപ്ഷൻ ബിഫോർ മെൻസസ്, ഡൽ ക്യാമറ. പിന്നെ മൂന്ന് മെഡിസിൻ. സാഡ്നസ് ബിഫോർ മെൻസസ്, നാട്രമൂർ, പൾസാറ്റില, സ്റ്റാനം. 3 മാർക്കുള്ള മെഡിസിൻസാണ്. സെന്റിമെന്റൽ ആന്റിംക്ലൂഡ്, അതറിയാലോ അല്ലെ. സ്റ്റാർട്ട്ലിങ്, മെൻസസ് വരുമ്പോഴത്തേക്കുള്ള ഒന്ന് തൊട്ടുമ്പോഴത്തേക്കുള്ള ഞെട്ടിപ്പോകും ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ കൽക്കരിയ കാർബ്. അതേ സമയത്ത് ഈ കൽക്കരിയ കാർബിന് വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ ഹെഡേക്ക്, ഭയങ്കര തണുപ്പായിരിക്കും, വയറുവേദന ഉണ്ടാവും, പിന്നെ ലുക്കോറിയൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം ബിഫോർ മെൻസസ് ഓൾ ദീസ് കംപ്ലൈൻറ്റ്സ്, കൽക്കരിയ കാർബ് നല്ല മെഡിസിനാണ്. ഇത്രയേ ഉള്ളൂ. റെസ്റ്റ്ലെസ്നെസ് ബിഫോർ മെൻസസ്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തരാണ്. ബിഫോർ മെൻസസ് സൾഫർ അല്ലേ, സൾഫർ. അത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, അത് എനിക്ക് പറഞ്ഞു തരുന്നു. പിന്നെ ഇനി അടുത്തത് ഞാൻ ഡ്യൂറിങ് മെൻസസ് പറയാം. അത് പറഞ്ഞാണ് ഇനി ഡ്യൂറിങ് മെൻസസ്. ജനറൽ അഗ്രവേഷൻ ഡ്യൂറിങ് മെൻസസ് എല്ലാം ഇതില് ആ സമയത്ത് ഏത് അസുഖമാണെങ്കിലും പൊതുവെ കൂടുതലായിരിക്കും എന്ന് പറയും. അതിന് ക്രിയോസോട്ട്, പൾസാറ്റില. അതേസമയത്ത് അമീലറേഷൻ ആണെങ്കിൽ ലാക്ടോസിസ്, സിങ്കമെറ്റ്. സിവിയർ ലേബർ ലൈക്ക് പെയിൻ ഡ്യൂറിങ് മെൻസസ്, ബെൽഡോണ. ഞാൻ പറഞ്ഞില്ലേ മെൻസസ് ഉണ്ടോ?
Absent-mindedness during menses. Anxiety. Absent-minded. Absent-mindedness ne calcaria carb. Absent-mindedness during menses, calcaria carb. Anxiety during menses, silation. Anxiety during menses, silation. Cheerful, uric acid. Cheerful, and cheerful during menses, chloric acid. Forgetful, Raphanus. Forgetful during menses, Raphanus. Raphanusന്റെ വേറെ symptom. റഫാനസിന് പൊതുവെ അറിയാലോ അല്ലേ എല്ലാവർക്കും. ഇത് ഭയങ്കര ഗ്യാസ് ട്രബിൾ ആയിരിക്കും അവർക്ക്. ഇങ്ങനെ വീർപ്പൂട്ടണോ ഡോക്ടറെ എന്ന് പറയും. അതേ സമയത്ത് അവർക്ക് അവരുടെ ഒരു മെന്റൽ സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് ഒരു മോനും ഒരു മോളും ഉണ്ടെങ്കിൽ ആ മോനോട് പാർഷ്യാലിറ്റി കാണിക്കും, സ്നേഹം. മോള് അത് കംപ്ലൈന്റ് ചെയ്യും ഡോക്ടറെ, ഈ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ചേട്ടനോട് അല്ലെങ്കിൽ അനിയനോട് എല്ലാം ഭയങ്കര എല്ലാം എന്ത് കൊടുക്കുകയാണെങ്കിലും അതിന് കൊടുക്കുന്നത്. റഫാനസ് പേഷ്യന്റിന്റെ ഒരു പ്രത്യേക സിംറ്റം അത്. ക്വാറൽസം ഡ്യൂറിങ് മെൻസസ്, അമോണിയം കാർബണേറ്റ്. ഞാൻ അപ്പുറത്തേക്കുണ്ട്. പിന്നെ സിവിയർ പെയിൻ, ഡബ്ലിംഗ് ഹെയർ അപ്പ് ഫോളോസ് ഇറ്റ്. സിവിയർ ബാക്ക് ഏക്ക്, നമ്മൾ ഡ്യൂറിങ് മെൻസസ് സിവിയർ ബാക്ക് ഏക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് സെപ്പിയാണ്, പക്ഷേ ഈ സ്ക്ലോസെപ്പിയാണ്. പക്ഷെ ബ്രയോണിയൊക്കെയാണ് 3 മാർക്സ് മെഡിസിൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെങ്കിലും വായിച്ചിട്ടെ. ഡ്യൂറിങ് മെൻസസ് പെയിൻ അണ്ടർ ദ ഇന്നർ ആംഗിൾ ഓഫ് സ്കാപ്പുല, ചെലിഡോണിയം. അല്ലെങ്കിൽ നമ്മൾ ഏത് കംപ്ലൈന്റ് പറയാ, ഏതിന്റെ ആണെങ്കിലും കൂട്ടത്തിലും ഈ ഇന്നർ ആംഗിൾ ഓഫ് സ്കാപ്പുല പെയിൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെലിഡോണിയം 3x ആണ് കൊടുക്കുന്നത്. പിന്നെ എക്സ്ക്രൂഷൻ പെയിൻ ഇൻ ദ ലോയിൻസ്, അവരെ ഈ ഇത് മുഴുവൻ ഭയങ്കര വേദനയായിരിക്കും ഡോക്ടർ എന്ന് പറയുന്നത് സാന്തോസൈലം. പെയിൻ ഇൻ മോർണിംഗ് ഓൺ റൈസിങ് സോ ആസ് ഷീ വാസ് അൺഏബിൾ ടു മൂവ്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഇതിന് അങ്ങനെ ആ ഒരു ഇത് പറയുമ്പോൾ നമ്മൾ നക്സോമിക്കാണ് കൊടുക്കുന്നത് സാധാരണ. പക്ഷെ ലൈക്കോപോഡിയത്തിനാണ് ഈ ഒരു സിംറ്റം ഉള്ളത്. ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാൻ ലൈക്കോപോഡിയ മോർണിംഗിലെ കംപ്ലൈന്റിനൊന്നും അങ്ങനെ കൊടുക്കാറില്ല. കൊച്ചു പിള്ളേർ കരഞ്ഞിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് കൊടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പോൾ പെയിൻ ഇൻ മോർണിംഗ് ഓൺ റൈസിങ് സോ ആസ് ഷീ വാസ് അൺഏബിൾ ടു മൂവ്, ലൈക്കോപോഡിയം. പിന്നെ പെയിൻ ഇൻ സ്മോൾ ഓഫ് ബാക്ക് എക്സ്റ്റെൻഡഡ് ഡൗൺവേർഡ്സ് ടു നക്സ് മോസ്കിറ്റ. സിവിയർ പെയിൻ ഇൻ സ്മോൾ ഓഫ് ബാക്ക്, പൾസാറ്റില. പിന്നെ സിവിയർ പെയിൻ ഇൻ സ്മോൾ ഓഫ് ബാക്ക് ഓൺ ഫസ്റ്റ് ഡേ വിത്ത് എക്സ്റ്റെൻഡിങ് ടു പ്രൈവറ്റ് പാർട്സ്. ജെനിറ്റൽ ഏരിയയിലേക്ക് അത് വരുന്നത് ലാക്കസിസ്. ഈ ലാക്സിന് പിന്നീടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഡ്യൂറിങ് മെൻസസ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് ബ്രെത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫെയിൻറ്റിങ് ഈ ടെൻഡൻസി ഉണ്ടാവും. ഒരു നെർവസ് വിമനും ആയിരിക്കും ഈ ലാക്സിസ്. പിന്നെ ഡ്യൂറിങ് മെൻസസ് സിവിയർ ടില്ലിനെസ്, പൾസാറ്റില സെപ്പിയ. പിന്നെ അറിയാലോ എല്ലാവർക്കും കോളറ ലൈക്ക് സിംറ്റം അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് മെൻസൽ, അമോണിയം കാർബ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഡ്യൂറിങ് മെൻസസ്, അത് സാധാരണ എല്ലാവരും പറയുന്നതാണ്. കാലി കാർബ്, പ്ലാറ്റിന, സെപ്പിയ, സൈലീഷ്യ, നാട്രമൂർ, എല്ലാം 3 മാർക്കുള്ളതാണ്. കൺവൾഷൻ ഡ്യൂറിങ് മെൻസസ്, കാലി ബ്രൗൺ. ഡ്യൂറിങ് മെൻസസ് അൾസേഴ്സ് ഓൺ കോർണിയ, ആഴ്സനിക് ആൽബ്. ഒറ്റ മെഡിസിനാ ആഴ്സാൽബ്. ഇതാണ് എന്നെ ഈ ലിസ്റ്റ് എടുക്കാൻ പ്രേരിപ്പിച്ചത്, ഈ ഒരു സിംറ്റം. ഇത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ട് അൾസർ ഓൺ കോർണിയ ആഴ്സാൽബാണെന്ന് അറിയാതെയാണ് ഞാൻ ആ മെഡിസിൻ കൊടുത്തത്. അവർക്ക് ആ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നമ്മളുടെ മെഡിസിൻ്റെ ഒരു പവർ അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ അല്ലേ. ഫയറി റെഡ്നെസ് ഓഫ് ഫേസ്, ഫെറമെറ്റ്.
പെയിൻലെസ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ സെപ്പിയ. ഈ പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിങ്ങിന് കാലികർബ്. പിന്നെ ഈ സാന്തോസൈലത്തിന്റെ ഇനിയൊരു ഇതെന്ന് വെച്ചാല് അവർ ആ ഡ്യൂറിങ് മെൻസസ് അവർ പറയും തല ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞിരിക്കണ പോലെ തോന്നുന്നു ഡോക്ടറെ എന്ന് പറയും. പിന്നെ സാന്തോസൈലം അവർക്ക് ഭയങ്കര വേദനയുമായിരിക്കും, ഡിസ്മെനോറിയ ആയിരിക്കും കൂടുതൽ. ഈ തല നിറഞ്ഞിരിക്കുമ്പോൾ അതിന് ആദ്യം പറഞ്ഞില്ലേ ഗ്ലോണൈനും അതിന് നല്ലത് കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ പറയുമ്പോൾ ഞാൻ സാന്തോക്സൈലവും ഗ്ലോണൈനും ആണ്. ഗ്ലോണൈൻ 6 ആണ് ഞാൻ കൊടുക്കാറ്. പിന്നെ സ്പ്ലിറ്റിംഗ് ഹെഡേക്ക് ഡ്യൂറിങ് മെൻസസ് ബ്രയോണിയ. ഹെഡേക്ക് ഇൻ ടെമ്പിൾസ്, ഇവിടെ മാത്രം വേദന എന്ന് പറയുകയാണെങ്കിൽ ലൈക്കോപോഡിയം. During menses, severe headache as from an ulcer in brain as if suppurating. അതിങ്ങനെ ഇങ്ങനെ ഇതാ പൊട്ടിപ്പോവും ഡോക്ടറെ, അത് പഴുത്ത് പൊട്ടിപ്പോകും എന്നുള്ള തോന്നൽ പറയുകയാണെങ്കിൽ നക്സ് വോമിക്ക. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലേ ഇങ്ങനെ ഒരു നക്സ് വോമിക്കയ്ക്ക് അല്ലേ. ഹെവിനെസ്, ശരീരം മുഴുവൻ ഭയങ്കര ഭാരമാണ് ഡോക്ടറെ എന്ന് പറയും. അതിന് ഗ്രാഫൈറ്റിസ്. ഞാൻ സാധാരണ ഇങ്ങനെ ഈ ശരീരം മുഴുവനും ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകിൽ കൽക്കരിയ കാർബ്, തടിച്ചവർക്കാണെങ്കിൽ ഒന്നുകിൽ കൽക്കരിയ കാർബ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റിസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഗ്രാഫൈറ്റിസ് ഈ ഹെവിനെസ് ഡ്യൂറിങ് മെൻസസ് ഹെവിനെസ് ഉള്ള ഒരു സിംറ്റം ഞാൻ വായിച്ചിട്ടില്ല കൊടുത്തേക്കണേ. അവരുടെ ആ കോൺഫ്യൂഷൻ നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇഫക്റ്റ് ആയിട്ടുണ്ട്. ഹെവിനെസ് ഗ്രാഫൈറ്റിസും കൽക്കരിയക്കാപ്പല്ലേ ഇതിൽ. ഇവിടെ ഒരു ഗ്രാഫൈറ്റിസ് 3 മാർക്സിന്റെ ഒരു മെഡിസിനേ ഉള്ളൂ. ആൻഡ് ഡ്യൂറിങ് മെൻസസ് ടെൻഷൻ ആൻഡ് ഹിസ്റ്റീരിക് ഫീലിംഗ്, അത് നക്സ് മോസ്കറ്റ. അവർ ടെൻസീവ് ആയിരിക്കും, ഹിസ്റ്റീരിക്കും ആയിരിക്കും നക്സ് മോസ്കറ്റ. പിന്നെ ഇത് നമ്മൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവര് പറയും ആ മെൻസസിന്റെ സമയത്ത് കാല് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ കാല് തളർന്നു പോയി ഡോക്ടറെ എന്ന് പറയും. അതിന് പൾസാറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുന്നൊക്കെ ജോലി ചെയ്യാൻ ഒട്ടും പറ്റില്ല ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അത് പൾസാറ്റില്ല. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇഫക്റ്റ് അത് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് അറിയാവുന്ന മെഡിസിനാണ്. പിന്നെ ഇറിറ്റബിലിറ്റി ഡ്യൂറിങ് മെൻസസ് നക്സ് വോമിക്ക. പിന്നെ മെന്റൽ സിംറ്റം ആണെങ്കിലും ഫിസിക്കൽ സിംറ്റം ആണെങ്കിലും ഫ്ലോ കൂടുന്തോറും ഈ കംപ്ലൈന്റ് എല്ലാം കൂടും. അത് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു, വിചാരിക്കുന്നു. ആക്ടിയാലിസ്മോസ റിവേഴ്സ്, അത് അതേ സമയത്ത് ഈ മെൻസ്ട്രൽ ഫ്ലോ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലോ വരികയാണെങ്കിൽ എല്ലാ കംപ്ലൈന്റും കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ലാക്ടോസിസ് സിംഗമിറ്റ്. ഡ്രൈനസ് ഓഫ് മൗത്ത് നക്സ് മോസ്കറ്റ. പിന്നെ അൺഡിഫൈൻഡ് പെയിൻ ഇൻ ഓവറീസ് ഡ്യൂറിങ് മെൻസസ് ലാക്ടോസിസ്. പിന്നെ സിവിയർ പെയിൻ വിത്ത് ഹെമറോയിഡ്സ്, ഭയങ്കര വേദനയായിരിക്കും ഡോക്ടറെ, പക്ഷെ അത് കക്കൂസിൽ നിന്ന് എണീക്കാൻ തോന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കോളിൻസോണിയ, അത് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ സിക്ക് ഹെഡേക്ക് അറ്റ് ടൈംസ് വിത്ത് നോസിയ ഇപ്പിക്കോക്ക്, അതും എല്ലാവർക്കും അറിയാമല്ലേ. ഈ മെട്രോളജി ആണെങ്കിൽ സിവിയർ പെയിൻ ആണെങ്കിൽ സാന്തോക്സൈലം ടിഞ്ചറും എരിഗറോൺ പൊട്ടൻസി, എരിഗറോൺ പൊട്ടൻസിയും വളരെ എഫക്റ്റീവ്. അത് ഞാനും സാന്ത്യം കൊടുക്കുന്നതാണ്. അത് ന്യൂറാളജിക് പെയിൻ ആണെങ്കിൽ വൈബർണം ഓപ്പറസും സാന്തോക്സൈലും. പെയിൻ ബിഗിനിങ് ഇൻ ഡ്യൂറിങ് മെൻസസ് ആണ്. പെയിൻ ബിഗിനിങ് ഇൻ ലെഫ്റ്റ് ഓവറി ലാക്ടോസിസ്, റൈറ്റ് ഓവറി ആണെങ്കിൽ ലാക്കനൈനും. ഏപ്പിസും ലാക്കനൈനും. പല്ലാഡിയത്തിനും റൈറ്റ് ഓവറിയൻ പെയിൻ ഉണ്ടാവുന്നത്.
പെയിൻ ഫ്രം സേക്രം ടു പ്യൂബിസ്, അതെല്ലാവർക്കും അറിയാലോ, സബൈന. പെയിൻ ഇൻ വിമൻ ഓഫ് ഡെലിക്കേറ്റ് നെർവസ് ടെമ്പറമെന്റ്, സാന്തോക്സൈലം. സ്പാസ്മോഡിക് പെയിൻ, ബെൽഡോണ, കോളോഫില്ലം, പ്ലംബം, വൈബർണം ഓപ്പുലസ്. പെയിൻ ആഫ്റ്റർ ഗെറ്റിംഗ് വെറ്റ്, സിങ്കമെറ്റ്. ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ഓർ മ്യൂക്കസ് ഫ്രം റെക്ടം, ലാക്ടോസിസ്. ചിലര് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്. അതായത് ചിലര് പറയും മെൻസസിന്റെ സമയത്ത് ഭയങ്കര സെക്ഷൽ ഫീലിംഗ് ആണ് ഡോക്ടറെ, ആ സമയത്ത് ഇത് യുണൈറ്റ് ചെയ്യാൻ തോന്നും എന്ന് പറയും. അതിന് കാലിപ്രോമും പൾസാറ്റില് തരില്ലേ. ഡ്രൗസിനസ്, നക്സ് മോസ്കെറ്റ. അവർക്ക് ഈ നക്സ് മോസ്കിറ്റയ്ക്ക് ഡ്രൗസിനെസ് ഉണ്ടാവും, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങും, പക്ഷെ അവർ നെവർ ഹാവ് റിഫ്രഷ്മെന്റ്. അവർ എത്ര ഉറങ്ങിയാലും അവർക്ക് ഉറങ്ങി എണീക്കുമ്പോൾ അവർക്ക് റിഫ്രഷ് ഫീലിംഗ് ഉണ്ടാവില്ല ഈ നക്സ് മോസ്കറ്റയ്ക്ക്. പിന്നെ ഡ്യൂറിംഗ് മെൻസസ് കോൺസെപ്റ്റ് ഡിസേർട്ട് സ്റ്റൂൾ, കോളിൻസോണിയം, ലാക്കനിയം. During menses constipation, episode. പിന്നെ sore throat on beginning, during and end with flow. ആ ഒരു തുടങ്ങുമ്പോഴത്തേക്കും മെൻസസ് തുടങ്ങുമ്പോഴേക്കും അത് sore throat ഉണ്ടാവും, ആ സമയത്തും ഉണ്ടാവും. അത് ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ അത് മാറും. ലാക്കനൈനം, അത് നമുക്കൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിനാണ്. Toothache during menses, Lachesis, sepia, Salsagria. Vertigo during menses. Vertigo during menses, pulsatilla. Pain, dryness and paralysis, feeling with difficult. Cedron ഉള്ള ഒരു ഇതെന്ന് വെച്ചാല് അവർക്ക് ഈ വായുടെ ഉള്ളിലൊരു വേദന ഉണ്ടാവും, ഡ്രൈനെസ് ഉണ്ടാവും, അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റില്ല ഡോക്ടറെ ആ സമയത്ത് നിന്ന്. എസ്പെഷ്യലി ഇത് എനിക്ക് ഒരു പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്, ഇത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിലത്തെ ഇതാണ് കൗൺസിലറാണ്. ആ കൗൺസിലർ ആ കുട്ടി പറഞ്ഞത്, അതിന് പിന്നെ സംസാരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര നാക്കിനൊക്കെ ഭയങ്കര വേദന, ഭയങ്കര വായ വരണ്ടിരിക്കും ഡോക്ടറെ, നമുക്കൊരു കാര്യം ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതും എല്ലാ മെൻസ്ട്രൽ പീരീഡിലും ഈ ഒരു ഇത് വരുന്നു. അപ്പൊ ഞാനിത് ഈ ഡ്രൈനെസ് ഈ പാരാലിസിസ് ഫീലിംഗും നോക്കിയിട്ടല്ല, പീരിയോഡിസിറ്റി നോക്കിയിട്ട് ഞാൻ സീഡ്രോൺ കൊടുത്തു. അപ്പൊ അതിന് നല്ല അസൽ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ നോക്കുമ്പോൾ പെയിൻ, ഡ്രൈനെസ് ആൻഡ് പാരാലിസിസ് ഫീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് സ്പീച്ച്, സീഡ്രോൺ അറ്റ് എവരി മെൻസ്ട്രൽ പീരിയഡ്. ആ എവരി മെൻസ്ട്രൽ പീരിയഡിൽ നിന്ന് ഉണ്ടെന്നുള്ള കണ്ടു മാത്രമാണ്, ആ പീരിയോഡിസിറ്റി കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ മെഡിസിൻ കൊടുത്തത്. പക്ഷെ അതേ സിംറ്റം ഇതിൽ എഴുതി വെച്ചേക്കുന്നു. പിന്നെ പിന്നെ ഏതൊരു അൾസർ ആണെങ്കിലും, ഒരു ചെറിയൊരു അൾസർ ആണെങ്കിലും മെൻസസിന്റെ സമയത്ത് അത് കൂടും ഡോക്ടറെ എന്ന് പറയും. അതിന് ഫോസ്ഫറസ്. അതുപോലെ തന്നെ പിന്നെ പറയും ഡ്യൂറിങ് മെൻസസ് ഈ എന്താണ് അവര് പറയുന്നത്, ഡോക്ടറെ ഇങ്ങനെ യൂട്രസ് അങ്ങോട്ട് ഇങ്ങനെ തുറന്നു വെച്ചേക്കാന്നാ തോന്നണേന്ന് പറയും. ലാക്കസിസ് അവരത് നമ്മളോട് പറയും. അത് ചിലർ പറയാറുണ്ട് നമ്മളോട്, ആ ഒഴുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും അവിടെ ഇങ്ങനെ തുറന്നിരിക്കുകയാണെന്ന് തോന്നുന്നു പറയും, ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നു പറയുമ്പോൾ ലാക്കസിസ്. പിന്നെ വീക്ക്നെസ് ആഫ്റ്റർ ഡ്യൂറിങ് മെൻസസ്, കാർബോ അനിമാലിസ്, സെപ്പിയ. ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് ചൈനയും പെറംപോസും ആണ്. പക്ഷെ 3 മാർക്സിലുള്ള മെഡിസിൻസ് ആണ് കാർബോ അനിമാലിസും സെപ്പിയും. After menses, alumina. After weakness, after menses, alumina. During menses, carbo animalis, sepia. പിന്നെ മെൻസസ് ഒക്കെ നിന്ന് ഡോക്ടറെ പിന്നെയും മെൻസസ് വന്നു എന്ന് പറയും. അത് സാധാരണ എല്ലാവരും പറയുന്നതാണ്. ലൈക്കോപോഡിയം 3 മാർക്സ് മെഡിസിനാണ്.
സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഇൻ ഓൾഡ് വിഡോസ്. ഞാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ എപ്പിസാണ് കൊടുക്കാറ്. ഇവിടെ മെഡോറിനാണ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ പറഞ്ഞിരിക്കുന്നത്. പഞ്ചന്റ് ഒഫൻസീവ് സ്വെറ്റ് സെപ്പിയ ഡ്യൂറിങ് മെൻസസ്. പ്രലാപ്സസ് യൂട്രസ് ഡ്യൂറിങ് മെൻസസ് അഗാരിക്കസ് ലൈസിൻ. ഇത് എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തിക്ക് ഫസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞു, സെക്കൻഡ് ഗ്രേഡിനോട് അടുത്ത ആളുണ്ട്, ആ പ്രലാപ്സ് യൂട്രസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ പ്രലാപ്സ് യൂട്രസ് ഡ്യൂറിങ് മെൻസസ് നമുക്കറിയാം, അഗാരിക്കസ് ലൈസിനും ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സെപ്പിയൊക്കെ നമുക്ക് ആ സമയത്ത് വരാം. പക്ഷെ ആ കുട്ടി പറഞ്ഞത് മെൻസസ് കഴിഞ്ഞ് ഒരു ഫ്ലോ എല്ലാം നിന്ന് കഴിഞ്ഞാൽ ഈ പ്രലാപ്സ് യൂട്രസ് തുടങ്ങും. പിന്നെ കുറച്ച് യൂറിൻ പോവാനും ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു പറഞ്ഞു. അതിന് അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ നമ്മുടെ പ്രലാപ്സ് യൂട്രസിന് സാധാരണ കൊടുക്കുന്ന മെഡിസിൻ പോലെ ഓറമ്യൂർ നാട്രോം ഫ്രാക്സിനസും ഒക്കെയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ പ്രലാപ്സസ് യൂട്രേ ആഫ്റ്റർ മെൻസസ് അഗാരിക്കസ് ഓറമെറ്റ് ക്രിയോസോട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇപ്പൊ പ്രലാപ്സ് യൂട്രസ് ഡ്യൂറിങ് മെൻസസും ബിഫോർ മെൻസസും നമ്മൾ ഇത് ചെയ്യും. പക്ഷെ ആഫ്റ്റർ മെൻസസ് പ്രലാപ്സ് യൂട്രസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു റെയർ റെമഡി അല്ലേ, പിക്യുആർ എന്ന് പറഞ്ഞ പോലെ അഗാരിക്കസ് ഓറമെറ്റ് ക്രിയോസോട്ട്. Dryness of vagina during menses, Lycopodium, sepia, natamura. Weakness during menses, China, Paramphosa, Ipeacock. ഇനി ആഫ്റ്റർ മെൻസസ് ആണ്. ബാക്ക് ഏക്ക് ഇൻ മെട്രേഗിയ, അത് ഭയങ്കര ബ്ലീഡിംഗ് ഉള്ള സമയത്ത് സിവിയർ ബാക്ക് ഏക്ക് ആണ്, എസ്പെഷ്യലി ഇൻ ദ സ്മാൾ ഓഫ് ബാക്ക്, സെപ്പിയ. ആസ്മാറ്റിക് ബ്രീത്തിങ്, സ്പോഞ്ചിയ. പെയിൻഫുൾ ഡയറിയ ആഫ്റ്റർ മെൻസസ്, ലാക്ടോസിസ്. ringing in ears after menses, China, ഫെറമെറ്റ്. പിന്നെ ഗ്ലൂക്കോറിയ ആഫ്റ്റർ മെൻസസ്, അത് ഞങ്ങൾക്ക് കിട്ടുന്നതാണ് സാധാരണ. ഗ്രാഫൈറ്റിസ്, സെപ്പിയ, അത് ഞങ്ങൾ കൊടുക്കുന്നതാണ്. പിന്നെ ആഫ്റ്റർ മെൻസസ് ഇൻഫ്ലെയിംഡ് സ്വെല്ലിംഗ് ഓഫ് ലേബിയ, ബൊറാക്സ്. ഈ എന്താ പറയണേ, ഇങ്ങനെ ഇൻഫ്ലെയിംഡ് സ്വെല്ലിംഗ് ഓഫ് ലേബിയ പറയുമ്പോൾ അവർക്ക് പോപ്പുലേഷന് പ്രയാസം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സാധാരണ ബോറാക്സ് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സിംറ്റമാണ് അതിനുള്ളതെന്ന് നമ്മൾ അറിയാതെയാണ് ഞാനും ശാലയും കൊടുത്തിട്ടുണ്ട്, ഇപ്പത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഈ ഒരു സിംറ്റം, അതും 3 മാർക്സ് റെമഡി കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാമോ. പൊട്ടക്കണ്ണം മാവിലെറിഞ്ഞ പോലെയാണ് എറിഞ്ഞിരുന്നത്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടും ഒരു മാതാപിതാക്കളുടെ ഒരു അനുഗ്രഹം കൊണ്ടും ഹനുമാന്റെ അനുഗ്രഹമൊക്കെ കൊണ്ട് അങ്ങ് ഏറ്റു. പിന്നെ ഡ്യൂറിങ് ആഫ്റ്റർ മെൻസസ് സ്വെള്ളൻ മാമെ സ്വെള്ളൻ്റെയും ഈ മിൽക്ക് പോലുള്ള ഒരു സെക്രീഷൻ ഉണ്ടാവും, അതിന് സൈക്ലാമെ. അത് അൺമാരീഡ് ഗേൾസിനും ചിലരിങ്ങനെ പറയാറുണ്ട്, ഡോക്ടറെ ഇത് ഈ ബ്രസ്റ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കണ പോലെ തോന്നും, അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഞെക്കാൻ തോന്നും, നോക്കുമ്പോൾ വെളുത്ത ഇതിൽ വരും എന്ന് പറയും, അതിന് സൈക്ലാമിൻ. പിന്നെ അത് പറഞ്ഞില്ലേ, പ്രോസ്ട്രേഷൻ ആഫ്റ്റർ മെൻസസ്, അലൂമിന. ഇത്രേ ഉള്ളൂ. പിന്നെ സാധാരണ ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിലല്ല, അല്ലാതെ ബ്രസ്റ്റിൽ നിന്ന് അൺമാരീഡ് ഗേൾസിന് പാല് വരുന്നതിന് മെക്സോള് ഹയർ ഡോസ് കൊടുക്കുക, ഹൈപ്പർടെൻസി. ഇത്രേ ഉള്ളൂ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ഇനി ഈ പറഞ്ഞ പോലെ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടറുടെ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്.
കുറെ സിംറ്റംസ് ബിഫോർ മെൻസസ്, ആഫ്റ്റർ മെൻസസ്, ഡ്യൂറിങ് മെൻസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ? അത് ഇനി ഒരു ദിവസം പറയുന്നതല്ലേ നല്ലത്. എന്ത് വേണം? അതാണ് നല്ലത് എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ 22 ഇനി 8 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അപ്പൊ ഒന്ന് ഇനി സംസാരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ പറയാം. പക്ഷെ എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ ഈ ഒരു ബിഫോർ മെൻസസും ആഫ്റ്റർ മെൻസസും അല്ല ഡ്യൂറിങ് മെൻസസും ആഫ്റ്റർ കുറച്ചേ ഉള്ളായിരുന്നു. ഈ ബിഫോർ മെൻസസും ഡ്യൂറിങ് മെൻസസും ഇത്രയും എന്താണ് റൂബ്രിക്കുകൾ, ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. അത് തന്നെ നമുക്കിപ്പോൾ ഒരു ക്ലാസ് തന്നെ വേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങളാണ്. കുറ്റബോധം കൊണ്ടാണ് ഞാനിത് എഴുതിയത്. കാരണം ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ എന്തൊക്കെയായാലും ഇത് ഉണ്ടായിട്ടും ഞാനത് അറിയാതെ കൊടുത്തു. പക്ഷെ ഭാഗ്യം കൊണ്ട് അത് കിട്ടി. അതുകൊണ്ടാണ് ഞാനിത് ഇനി എന്റെ തലമുറയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത്. അല്ല ഒരു അങ്ങനെ ഒരു കുറ്റബോധം തോന്നരുത്. അതുകൊണ്ടാണ് ഞാനിത് എഴുതിയത്, ഇങ്ങനെ പറഞ്ഞത്. ഇത്രയും സിംറ്റംസും അതിനുള്ള മെഡിസിനും കിട്ടി. എല്ലാവർക്കും അത് വളരെയധികം പ്രയോജനം ചെയ്ത് കാണും. ഇനി മെൻസസ് പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എഴുതി വെച്ച നോട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് യൂട്യൂബിൽ കണ്ടോ ഒരുപാട് പേർക്ക് മെൻസസിനുള്ള പരിഹാരങ്ങൾ, മെൻസസ് പ്രോബ്ലങ്ങളുമായിട്ട് വരുന്നവർക്ക് പരിഹാരങ്ങൾ ചെയ്യുവാൻ കഴിയും. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. സമയം ഇത്രയും പോയതും അറിഞ്ഞില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് തീർച്ചയായിട്ടും വേണം. ബാക്കി ഭാഗം ഞങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണം. അത് തീർച്ചയായിട്ടും അധികം താമസിയാതെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡോക്ടർമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. ഇത്രയും അറിവ് കിട്ടിയ ക്ലാസ് ആണ്. എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്ന അഭിപ്രായങ്ങൾ പറയുക. എന്താ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഇത്രയും അമ്പാടിയമ്മ എന്നിപ്പോ പറഞ്ഞ വെച്ച് ഇത്രയും ചികിത്സ നടത്തിയിട്ടും അല്ലെങ്കിൽ അതായിട്ട് ഇനിയും ഓരോന്ന് പുതിയ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ടും നമ്മളൊക്കെ കുറച്ച് അറിവുകളൊക്കെ ഇവരിൽ നിന്നെല്ലാം നമുക്ക് വളരെ നേരത്തെ കിട്ടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ആവനാഴിയിൽ ഒരുപാട് അമ്പുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെ എല്ലാ അനുഭവങ്ങളെയും. തീർച്ചയായിട്ടും എല്ലാവരും നല്ലപോലെ കോൺഫിഡൻസോട് കൂടി ഇതെല്ലാം ഉപയോഗിക്കുക. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഹരിഹരൻ സാറേ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. മിക്കവാറും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നെർവ് റെപ്പർട്ടറിയില് ഡോക്ടർ പറഞ്ഞ ആഴ്സനിക് ആൽബല്ലേ പറഞ്ഞത്? ആഴ്സനിക് ആൽബ്. ഡോക്ടറെ കോർണിയൽ അൾസേഴ്സ് ഓൺ ഇത് പറയുന്നത് കാൽക്കേരിയ പറയുന്നുണ്ട്. ഡോക്ടർ ശ്രദ്ധിച്ചോ? നെർവ് റെപ്പർട്ടറിയില് നെർവ് റെപ്പർട്ടറിയില് കോർണിയ അൾസേഴ്സ് ഓൺ, അത് ഇൻഫ്ലമേഷന് ഇതെല്ലാം പറയുന്നത് കാൽക്കേരിയാണ് പറയുന്നത്. അത് ഡ്യൂറിങ് മെൻസസ് ആണോ ഹരി? ഡ്യൂറിങ് അല്ലല്ലോ, ബിഫോർ മെൻസസ് അല്ലേ മാഡം? ബിഫോർ മെൻസസ് ആൻഡ് ഡ്യൂറിങ് മെൻസസ്. ബിഫോർ മെൻസസിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഹരിഹരൻ സാർ അതാണോ പറയുന്നത്? അതിന് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ കുറച്ചുകൂടെ നോക്കി പറയാം. എനിക്ക് പറയാൻ പറ്റും. ഞാൻ സാധാരണ ബിഫോർ മെൻസസിൽ മാത്രം കോർണിയൽ അൾസർ വരുന്നത് യാദൃച്ഛികവശാൽ വേറെ അവര് പറഞ്ഞ സിംറ്റം അനുസരിച്ച് ഇത് ആഴ്സാൽബ് കൊടുത്തപ്പോൾ പിന്നെ അവർക്ക് കോർണിയൽ അൾസർ വന്നിട്ടില്ല. 4 മാസമായിട്ട് അവർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഇങ്ങനെ ഒരു സിംറ്റം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ നർവ് നോക്കുമ്പോ അതിൽ ഈ ആഴ്സാൽബ് ഒറ്റ മെഡിസിനേ ഉള്ളൂ അതില്. അത് ബിഫോർ മെൻസസ് ആണോ? ബിഫോർ മെൻസസ് ആണ്. ഞാൻ ഇത് പറയുന്നത് ആഫ്റ്റർ മെൻസസ് ആകും. അല്ല, ഇത് ബിഫോർ മെൻസസ് ആണ് പറഞ്ഞത്. ആഫ്റ്റർ മെൻസസില് ബിഫോർ മെൻസസ് ആണ്. ആഴ്സാൽബ് ബിഫോർ മെൻസസ്.
അത് പിന്നെ നേർവ റെപ്പർട്ടറിയിൽ നിന്നാണോ ഉള്ളത്? ഞാനത് നോക്കാം. എനിക്ക് അത് കാര്യം നെറിയിലാണ് ഞാൻ കണ്ടത്. ആഴ്സാൽബ് നെറിയിലാണ് കണ്ടത്. അതെ, നേർവ റെപ്പർട്ടറിയിലാണോ നെറിയിലാണ്. ഡോക്ടർ? എന്തോ നേർവിലാണോ കണ്ടത്? നെറിയിലാണ് കണ്ടത്. ഹരി നേറിലെ ഞാൻ നോക്കാം. ഞാൻ ഇതിങ്ങനെ വരുന്ന ഒരു പേഷ്യന്റ് ഉണ്ടായിട്ട് കൊടുത്തിട്ട് അത് പീരീഡ്സ് കഴിഞ്ഞിട്ടാണ് അവർക്ക് എല്ലാ പ്രാവശ്യവും ഇത് വരും. പക്ഷെ അതിന് കാൽക്കേരിയ കാർവാണ് എനിക്ക് അഫക്ട് ചെയ്തിരിക്കുന്നത്. ബിഫോർ മെൻസസ് എനിക്കറിയില്ല. ഞാൻ ബിഫോർ മെൻസസ് നോക്കാം. ഞാൻ ഈ കോർണിയൽ അൾസറിന് കൊടുത്തതല്ല, അവർക്ക് വേറെ ഏതോ കംപ്ലൈന്റിന് ഞാൻ ആഴ്സാൽബാണ് കൊടുത്തേക്കണേ. അവര് വന്ന് പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറെ എനിക്ക് മെനാർക്കെ തുടങ്ങി പ്യൂബർട്ടി ആയ ആ മാസം മുതൽ എനിക്ക് ആ ബിഫോർ മെൻസസ് എനിക്ക് ഈ കോർണിയൽ അൾസർ വരും. എന്നിട്ട് ഐ സ്പെഷ്യലിസ്റ്റിനെ പോലും കാണിച്ചു. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്, ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. ആ ഡോക്ടറെ പോയി, അപ്പൊ ഞാൻ ചോദിച്ചു ആ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടറെയും കാണിച്ചതാന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം 4 മാസമായിട്ട് ആ ഒരു സാധനം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ നോക്കുമ്പോഴാണ് ഈ ആഴ്സാൽബിന് ഈ ഒരു സിംറ്റം ഉണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പറയുന്ന പൊട്ടക്കണ്ണ മാവിലെറിയണ പോലെ എറിഞ്ഞേ ഉള്ളൂ. പക്ഷെ ഈ പർട്ടിക്കുലർ സിംറ്റം ഉള്ളതെന്ന് കണ്ടില്ല. അതുകൊണ്ടാണ് അപ്പൊ ഇനി എന്റെ തലമുറയ്ക്ക് അത് ഉണ്ടാവരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുത്തിയിരുന്ന് ഇതൊക്കെ നോക്കി വെച്ച് എഴുതുമായിരുന്നു. അല്ല, ഈ നേർവ് റെപ്പർട്ടറിയില് മെൻസസിന്റെ ചാപ്റ്റർ ഉണ്ട്. അതില് മെൻസസിന്റെ ചാപ്റ്ററില് പിന്നെ ബിഫോർ മെൻസസ് ഉണ്ട്, ആഫ്റ്റർ മെൻസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാനീ പറഞ്ഞത് ആഫ്റ്റർ മെൻസസ് ആണ്. ആഫ്റ്റർ മെൻസസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന പേഷ്യന്റും അങ്ങനെയാണ്. ഹരിഹരൻ സാറ് ഞാനത് നോക്കാം. നോക്കിയിട്ട് ഞാൻ ഡോക്ടറൊക്കെ പറയാം. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഹരിഹരൻ സാറ് ആഫ്റ്റർ മെൻസസ് ആണ് പറഞ്ഞത്. അമ്പാടിയമ്മ, ഞാന് ആഷ ഡോക്ടറെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തായാലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ മകളെ തന്നെ വിളിക്കുകയാണ്. സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നല്ല ക്ലാസ് ആണ്. 2 സ്റ്റോൾവേഴ്സും കൂടെ ഒരുമിച്ച് കിട്ടണയാണ്. എപ്പോഴും നമുക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടില്ല. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു അമ്മ, ആസ് യൂഷ്വൽ. വീഡിയോ ഓക്കെ ശരിയായോ? കാണുന്നുണ്ടോ? കണ്ട് മുഖം ഇച്ചിരൂടെ മുഖം നേരെ കാണുന്നില്ല. ഞാൻ ക്ലിനിക്കിൽ വന്ന് തിരക്കൊക്കെ മാറ്റി വെച്ചിരുന്ന അമ്മയുടെ ക്ലാസ് ആയതുകൊണ്ട് കയറിയതാണ്. എന്തായാലും വളരെ സന്തോഷം. മോടെ യാത്രയൊക്കെ അല്ലേ, അപ്പം അത് കഴിഞ്ഞിട്ട് ഒരാളിന്ന് ഹായ് പറയും. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. എന്താ അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം, അധികം ആർക്കും കിട്ടാത്ത. അമ്മ ക്ലാസ് എടുക്കുന്നു, മോള് ക്ലാസ് കേൾക്കുന്നു, അഭിപ്രായം പറയുന്നു. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അതൊക്കെ. വളരെ സന്തോഷം. അപ്പൊ ഇനി തനേഷ് ഡോക്ടർ ഉണ്ടോ? സമയമില്ല. നമ്മൾ ഇനി നന്ദി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ആഷയെ തന്നെ ക്ഷണിക്കുക. Thank you, Mama, for the wonderful class. And thank you, Shanta Aunty, also for prompting from behind. And as you said, ma'am, നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാച്ച വലിയ കാര്യമാണ്. മമ്മി പറയാ, ഞാൻ കേൾക്കുക. I mean, truly blessed. Thank you so much for the class, Mama. IFPSലുള്ള എല്ലാവർക്കും കൂടിയുള്ള നന്ദി. താങ്ക്സ്. താങ്ക്സ്. അത് മോള് മറന്നുപോയി. കേട്ടില്ലെന്നു. ഓൺ ബിഹാഫ് ഓഫ് ശരി, ഞാൻ ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്ത് തരാം. ഡോക്ടറെ പറഞ്ഞോളൂ. ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ഹോൾ IFPHന്റെ ബിഹാഫ് ആയിട്ടും നന്ദി എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഗണേഷ് ഡോക്ടർ എന്താ പറയാമെന്ന് ഡോക്ടറെ പറഞ്ഞോളൂ. അല്ല, നമ്മളിപ്പോ കുറച്ച് നാളുകളായിട്ട് കാണാതിരുന്നിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇന്ന് ഒരുക്കിയത്. പക്ഷെ അത് ഗംഭീരമാക്കിയെന്ന് പറയാതെ വയ്യ. കാരണം യാതൊരു പ്രിപ്പറേഷൻ നടത്താനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളല്ലായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട്
വളരെ നല്ല ഒരു പ്രസന്റേഷനാണ് നമുക്ക് തന്നത്. രണ്ടുപേരും കൂടെ വന്നതാണ്. അതാണ്. അതെ 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 ഒരു അതെ അത് ഇരട്ട ഞാൻ വരവായിരുന്നു. ഞാനത് അതെ. എനിക്കത് രണ്ടുപേരും എടുത്തപ്പോഴേ കൂടെ വന്നതാണ്. പേര് അതെ. ഒരെണ്ണം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിന്ന് ഇന്നൊരു ടെന്നിസ് പ്രസന്റേഷൻ ആവുമെന്ന്. ഓക്കെ, എന്തായാലും ഗംഭീരമായി. നാളെ സന്തോഷം. ഓക്കെ, നാളെ സന്തോഷം. നമ്മോടൊപ്പം നജീബ് ഡോക്ടറാണ് നാളെ നമ്മോടൊപ്പം വരുന്നത്. ആ, ഏത് ഡോക്ടറാ? നജീബ് ഡോക്ടർ. നജീബ്. ഓക്കെ ധനേഷ് ഡോക്ടറെ, അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അമ്പാടി അമ്മ കുറെ ദിവസം ഒരു ഗ്യാപ്പിന് ശേഷം വന്നപ്പോൾ ഒരു 1.5 വരവായിരുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രിയും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി. ഓക്കെ, ഗുഡ് നന്ദി, നൈറ്റ്. നന്ദി, ഗുഡ് നന്ദി. നൈറ്റ്. ഗുഡ് നൈറ്റ്.